പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 26 ചൊവ്വ. പ്രധാന വാർത്തകൾ. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും കാലാവധി കഴിഞ്ഞ വാഹനങ്ങളുടെ പെയിന്റുകൾ പിടിച്ചെടുത്തു. വിൽപ്പനയ്ക്ക് വെച്ച 262 കാൻ പെയിന്റുകളാണ് കണ്ടുകെട്ടിയതെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ 7-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണിതെന്നും പിടിച്ചെടുത്ത പെയിന്റുകൾ നശിപ്പിച്ചതായും പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു. ഇന്ത്യൻ എംബസിയിൽ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തുടക്ക ശമ്പളം പ്രതിമാസം 335 റിയാൽ. അപേക്ഷകൻ ബിരുദധാരി ആയിരിക്കണം. കൂടാതെ ഇംഗ്ലീഷ് വായിക്കുന്നതിലും എഴുതുന്നതിലും സംസാരിക്കുന്നതിലും നിപുണനായിരിക്കണം. അറബി ഭാഷയെക്കുറിച്ചുള്ള പ്രവർത്തന പരിജ്ഞാനം നിർബന്ധമാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സംവദിക്കാനുള്ള കഴിവും നിർബന്ധമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2024 നവംബർ 30 ആണ്. അപേക്ഷകന് കാലാവധിയുള്ള ഒമാൻ റെസിഡൻസ് വിസ ഉണ്ടായിരിക്കണം. പ്രായപരിധി 21-നും 40-നും ഇടയിലാകണം. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ഏറ്റവും വലിയ കൊടിമരം സുഹാർ വിലായത്തിൽ സ്ഥാപിച്ചു. സുഹാർ സ്റ്റേഡിയത്തോട് ചേർന്ന് ഒരുക്കിയ കൊടിമരം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വിശാലമായ സൗകര്യങ്ങളോട് കൂടിയ ഇരിപ്പിടങ്ങളും നടപ്പാതകളും ഇതോടൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട്. അതേസമയം മസ്കത്ത് ഗവർണറേറ്റിലെ അൽഖുവൈറിൽ സ്ഥാപിക്കുന്ന ഒമാനിലെ ഏറ്റവും വലിയ കൊടിമരം നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും പുരാതന കേന്ദ്രങ്ങളിൽ ഒന്നായ നഖൽ കോട്ടയിൽ സന്ദർശകർ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 10 മാസത്തിനിടെ മാത്രം കോട്ടയിലെത്തിയത് 23,000 സഞ്ചാരികളാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 25% വർധന രേഖപ്പെടുത്തി. പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയവുമായി സഹകരിച്ച് നഖൽ അഹ്ലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് കോട്ടയുടെ നടത്തിപ്പ്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ആരോഗ്യത്തിന് ദോഷകരമെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഉപയോഗവും വിൽപ്പനയും നിരോധിച്ച സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടിച്ചെടുത്തു. ദാഖ്ലിയ ഗവർണറേറ്റിലെ ഒരു വാണിജ്യ സ്ഥാപനത്തിൽ നിന്ന് മാത്രമായി 955 ഉൽപ്പന്നങ്ങളാണ് കണ്ടുകെട്ടിയത്. ആവശ്യമായ സുരക്ഷാ ഗുണനിലവാരങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ട ടെർമോവെറ്റ് ക്രീം, റോയൽ ഹണി, ഗോൾഡൻ പേൾ, ഫൈസ ക്രീം തുടങ്ങിയ നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടുകെട്ടിയവയിൽ പെടുന്നു. അംഗീകാരമില്ലാത്തതോ ദോഷകരമോ ആയ ചേരുവകൾ കാരണം ഉപയോഗിക്കുന്നത് ഹാനികരമാകാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ നേരത്തെ തന്നെ നിരോധിച്ചിരുന്നു. പൊതുസുരക്ഷയ്ക്കും കൂടുതൽ അപകടസാധ്യത ഇല്ലാതിരിക്കാനും കണ്ടുകെട്ടിയ സാധനങ്ങൾ മുഴുവൻ നശിപ്പിക്കുമെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു. ഇവ വിതരണം ചെയ്ത വാണിജ്യ സ്ഥാപനത്തിനെതിരെ നിയമ നടപടികളും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ആരംഭിച്ചിട്ടുണ്ട്. ഒമാന്റെ കായിക ചരിത്രത്തിൽ ആദ്യമായി സോക്ക ലോകകപ്പിന് സുൽത്താനേറ്റ് ആതിഥേയത്വം വഹിക്കുന്നു. മിഡിൽ ഈസ്റ്റിലും ഏഷ്യയിലും ആദ്യമായി നടക്കുന്ന സോക്ക ലോകകപ്പ് ഈ മാസം 29 മുതൽ ഡിസംബർ 7 വരെ മസ്കത്തിൽ അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒമാനിലേക്ക് ആഗോള ഫുട്ബോൾ ശ്രദ്ധ ആകർഷിക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ ലോകമെമ്പാടുമുള്ള 44 ടീമുകൾ പങ്കെടുക്കും. ഇന്റർനാഷണൽ സോക്ക ഫെഡറേഷൻ ആണ് ടൂർണമെന്റ് നിയന്ത്രിക്കുന്നത്. ഒമാനിലേക്ക് വരുന്ന സോക്ക ലോകകപ്പ് രാജ്യത്തിനും പൊതുവെ മിഡിൽ ഈസ്റ്റിനും ഒരു സുപ്രധാന സംഭവമാണ്. സാംസ്കാരിക, കായിക, യുവജന, പ്രാദേശിക പങ്കാളികളുടെ പിന്തുണയോടെ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത് രാജ്യത്തിനും ഏറെ മുതൽക്കൂട്ടാകും. 2018 പോർച്ചുഗലിൽ ആരംഭിച്ച 6 എ സൈഡ് ഫുട്ബോൾ ടൂർണമെന്റാണ് സോക്ക ലോകകപ്പ്. ഇന്റർനാഷണൽ സോക്ക ഫെഡറേഷനിലെ അംഗങ്ങളുടെ ദേശീയ ടീമുകൾ മത്സരിക്കുന്ന ഒരു അന്താരാഷ്ട്ര സോക്ക മത്സരമാണ് സോക്ക ലോകകപ്പ്. ഒമാൻ ആതിഥേയ സംസ്ഥാന പദവി നേടുന്നതിനാൽ ഈ നിമിഷം ചരിത്രപരമാണെന്നും ടൂർണമെന്റ് 4 വർഷത്തിലേറെയായി ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും മിഡിൽ ഈസ്റ്റിലെ ഇന്റർനാഷണൽ സോക്ക ഫെഡറേഷൻ പ്രസിഡന്റ് വലീദ് ബിൻ ജുമുഅ അൽ ഉബൈദാനി പറഞ്ഞു. പ്രവാസികളുടെ പോയ കാലത്തെ അനേകായിരം കഥകൾ പറയും നഗരങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ടെലിഫോൺ ബൂത്തുകൾ കണ്ണീരും ചിരിയും പകർന്ന ഫോൺ സംഭാഷണങ്ങളുടെ നൊസ്റ്റാൾജിക് ഓർമ്മകളിലേക്ക് മാടി വിളിക്കുകയാണ്
മത്രയിൽ തുടരുന്ന റെനീൻ ഫെസ്റ്റിവലിലെ ബൂത്തുകൾ. നാണയത്തുട്ടുകളിടാതെ തന്നെ ഇവിടെ മറുതലയ്ക്കിലെ മധുരസ്വരം കേൾക്കാം. 3 ബൂത്തുകളാണ് ഫെസ്റ്റിവൽ വേദിയിൽ ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ വിളിച്ചാൽ മറുതലയ്ക്കിൽ നിന്ന് സംസാരങ്ങൾ കേൾക്കാം. വിവിധ പേരുടെ നമ്പറുകളിലൂടെ അവരുടെ കഥകൾ കേൾക്കുന്നതിനാണ് അവസരം ഒരുക്കിയിരിക്കുന്നത്. ഫെസ്റ്റിവൽ നഗരിയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ഇടവും ഈ ടെലിഫോൺ ബൂത്തുകളാണ്. സ്വദേശികളും പ്രവാസികളും ബൂത്തിൽ കാത്തുനിന്ന് പഴയകാല ഫോൺ അനുഭവം പുനരാവിഷ്കരിക്കുന്നു. മസ്കത്ത്, സലാല, സുഹാർ, ബർക്ക, ബുറൈമി തുടങ്ങിയ ഒമാന്റെ നഗരപ്രദേശങ്ങളിലെല്ലാം ഒരു കാലത്ത് സാധാരണ കാഴ്ചയായിരുന്നു ഇത്തരം ബൂത്തുകൾ. മൊബൈൽ ഫോണുകൾ സജീവമായ ആദ്യ കാലഘട്ടത്തിലും രാജ്യാന്തര കോളുകൾ വിളിക്കാൻ ഇത്തരം ടെലിഫോൺ ബൂത്തുകളെ തന്നെയാണ് സാധാരണക്കാർ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇത് ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. പ്രവാസികളായിരുന്നു ഇത്തരം ബൂത്തുകളുടെ പ്രധാന ഉപഭോക്താക്കൾ എന്നതിനാൽ തന്നെ പഴയകാല പ്രവാസികൾക്ക് ഇവ കാണുമ്പോൾ ഏറെ വൈകാരികമായ കഥകൾ ഓർമ്മകളിലേക്ക് വരും. നാട്ടിലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിക്കാൻ ഏറെ നേരം കാത്ത് വരിയിൽ നിന്നാണ് അവസരം ഉപയോഗപ്പെടുത്തിയിരുന്നത്. നഗരങ്ങളുടെ ഹൃദയഭാഗങ്ങളിലും ഫുട്പാത്തുകൾക്ക് സമീപവും ഒരു കാലത്ത് തലയെടുപ്പോടെ നിന്നിരുന്ന ടെലിഫോൺ ബൂത്തുകൾ ഇപ്പോൾ പ്രവർത്തനരഹിതമാണെങ്കിലും അധികൃതർ ഇവയെ സംരക്ഷിച്ചു പോരുന്നു. ബൂത്തുകളോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന കച്ചവട സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇവയുടെ ഉപയോഗം നിലച്ചതോടെ കച്ചവടത്തിലും വലിയ മാറ്റമുണ്ടായി. വാരാന്ത്യങ്ങളിലായിരുന്നു കൂടുതൽ പേരും ബൂത്തുകളിൽ എത്തിയിരുന്നത്. വലിയ ആൾക്കൂട്ടവും ബഹളവുമെല്ലാമായിരിക്കും ഈ സമയങ്ങളിൽ. രാജ്യാന്തര കോളിംഗ് കാർഡുകളുടെ വിൽപ്പനയും ബൂത്തുകളുടെ സമീപമുള്ള കടകളിൽ സജീവമായി നടന്നിരുന്നു. അതേസമയം വർഷങ്ങളോളം തങ്ങൾക്ക് ഉപഭോക്താക്കളെ സമ്മാനിച്ച ഈ ടെലിഫോൺ ബൂത്തുകൾ കാണുമ്പോൾ കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ സമ്മാനിക്കുന്നുവെന്നും ഇവർ പറയുന്നു. റെനീൻ ഫെസ്റ്റിവൽ വേദിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള പഴയകാല ടെലിഫോൺ ബൂത്തുകൾ പുതിയ തലമുറയ്ക്ക് ഏറെ കൗതുകമുള്ള കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പ്രവാസികളുടെ ചുടുനിശ്വാസങ്ങൾ പതിഞ്ഞ ബൂത്തുകൾ കാണാനും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി നൽകാനും പഴയകാല ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാനും പുതുതലമുറയെ രക്ഷിതാക്കൾക്ക് കൊണ്ടുവരുന്ന കാഴ്ചയും കാണാം. അടുത്ത മാസം അവധിക്കാലം ആരംഭിക്കുന്നതിനാൽ വെക്കേഷൻ ഉംറയ്ക്കൊരുങ്ങുകയാണ് വിശ്വാസികൾ. ഇവർക്ക് പാക്കേജുകളുമായി ഉംറ സംഘങ്ങളും ട്രാവൽ ഏജൻസികളും രംഗത്ത്. 3 ആഴ്ച മാത്രം നീളുന്ന സ്കൂൾ അവധി ദിനങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിലാണ് പാക്കേജുകൾ. കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനങ്ങളും ഉംറ സംഘങ്ങൾ ലഭ്യമാക്കുന്നു. ട്രാവൽ ഏജൻസി പാക്കേജുകളെ അപേക്ഷിച്ച് ഉംറ സംഘങ്ങളാണ് കൂടുതൽ നിരക്ക് ഈടാക്കുന്നത്. അവധിക്കാല പാക്കേജുകളുടെ പ്രചരണങ്ങൾ ഉംറ സംഘങ്ങളും ഏജൻസികളും കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. സാധാരണക്കാരായ തീർത്ഥാടകരുടെ കാര്യം കണക്കിലെടുത്ത് കുറഞ്ഞ പാക്കേജുകളും അവതരിപ്പിക്കുന്നു. സൗദിയിലെ ഭക്ഷണ ചെലവുകൾ ഉൾപ്പെടെ 180 റിയാൽ മുതൽ ആരംഭിക്കുന്ന പാക്കേജുകളാണ് ലഭ്യമായിട്ടുള്ളത്. അവധിക്കാലത്ത് ഇരു ഹറമുകൾക്ക് സമീപത്തും ഹോട്ടലുകളുടെ ചെലവ് വർദ്ധിക്കുന്നതിനാലാണിത്. റുബുഉൽ ഖാലി അതിർത്തി വഴി റോഡ് മാർഗവും വിമാന സർവീസുകളും ഉംറ പാക്കേജുകളിലുണ്ട്. വിമാനമാർഗം 300 റിയാലിന് മുകളിലാണ് പാക്കേജ് നിരക്കുകൾ. ടിക്കറ്റ് നിരക്കുകൾക്കും ഹോട്ടൽ നിരക്കുകൾക്കും അനുസൃതമായി പാക്കേജുകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓരോ വർഷവും തീർത്ഥാടനം നടത്താൻ ആഗ്രഹിക്കുന്നവർ വർദ്ധിക്കുന്നതായും ഉംറ ഗ്രൂപ്പുകളും ട്രാവൽ ഏജൻസികളും പറയുന്നു. സന്ദർശക ടൂറിസ്റ്റ് വിസകളിൽ സൗദിയിലെത്തുന്നവർക്കും ഇപ്പോൾ ഉംറ ചെയ്യാൻ അനുമതിയുണ്ട്. താരതമ്യേന ചെലവ് കുറഞ്ഞതും ഒന്നിലധികം തവണ സൗദിയിലെത്താൻ അവസരം ലഭിക്കുന്നതുമായ ഇത്തരം വിസകളാണ് കൂടുതൽ പേരും ഉപയോഗപ്പെടുത്തുന്നത്. സ്വന്തം വാഹനങ്ങളിൽ ഉംറയ്ക്ക് പോയി വരുന്നവർക്കും മൾട്ടിപ്പിൾ എൻട്രി സൗകര്യമുള്ള സന്ദർശക വിസ ഉപയോഗപ്പെടുത്താനാകും. മികച്ച സേവനങ്ങളും കുറഞ്ഞ നിരക്കും ICF ഉംറ സർവീസുകളിൽ ലഭ്യമാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വിവരങ്ങൾക്ക് 9942 4597 9932 5497 9986 5362 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.